ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ 8ാമത്തെ ക്ലാസ്സാണ്. ഞാൻ ഇവിടെ 2 സ്റ്റിച്ചസുകളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റിച്ചസ് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ചസുകൾ നോക്കാം. ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ക്രോഷറ്റ്. അതിൻ്റെ ഡയഗ്രാം പാറ്റേൺ ആണ് ഈ കാണുന്നത്. ട്രിപ്പിൾ ക്രോഷറ്റ് എന്നും ഈ ഒരു സ്റ്റിച്ചിന് പറയും. പിന്നെ വരുന്നത് ട്രിപ്പിൾ ക്രോഷേ ആണ്. ട്രബിൾ ക്രോഷേ എന്നും ഇതിന് പറയും. അപ്പം നമുക്ക് ട്രിപ്പിൾ ക്രോഷേ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 15 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിപ്പിൾ ക്രോഷേ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുമ്പോൾ 2 പ്രാവശ്യമായിരുന്നു യാൺ ഓവർ ചെയ്തത്. ഇത് നമ്മൾ 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. അതായത് ഡബിൾ ക്രോഷേക്ക് നമ്മൾ 1 പ്രാവശ്യം ചെയ്തു, ട്രിപ്പിൾ ക്രോഷേക്ക് നമ്മൾ 2 പ്രാവശ്യം ചെയ്തു. ഇപ്പം ട്രിപ്പിൾ ക്രോഷേക്ക് നമ്മൾ 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം. ഇനി ഇവിടുന്ന് 5 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യണം. 1 2 3 4 5 5 സ്കിപ്പ് ചെയ്തിട്ട് 6ലേക്ക് 6ാമത്തേതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലൂപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പ്. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പ്. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ലാസ്റ്റത്തെ 2 ലൂപ്പ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ചെയിൻസും ട്രിപ്പിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. കാരണം ഇത്രയും ഹൈറ്റ് കാണുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 2 ട്രിപ്പിൾ ക്രോഷേ ആയി. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു. നെക്സ്റ്റ് ചെയിനിലേക്ക് ഇട്ടു, യാൺ എടുത്തു. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്സ്. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ 3 എണ്ണമായി. ഇതേപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ വീണ്ടും 5 ചെയിൻസ് ഇടുക. എന്നിട്ട് വീണ്ടും ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ ചെയ്ത് പോവുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ട്രിപ്പിൾ ക്രോഷേ പറഞ്ഞുതരാം. ഇതേ സെയിം തന്നെ. ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്തതിന് പകരം 1 പ്രാവശ്യം കൂടി യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു. 2 എണ്ണം വീതം തന്നെ എടുത്ത് പോവുക. അപ്പോൾ നമ്മൾ എത്ര ചെയ്യുന്നു അത്രയും നമ്മളിത് സ്റ്റിച്ചിൻ്റെ ഹൈറ്റ് കൂടി വരും. ഇതാണ് ട്രിപ്പിൾ ക്രോഷേ. ഇത് ട്രിപ്പിൾ ക്രോഷേ, ഇത് ട്രിപ്പിൾ ക്രോഷേ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ കണ്ടോ, 1 2 3 4 5 എണ്ണമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ 1 2 3 4 അങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാ സ്റ്റിച്ച് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ട്രിപ്പിൾ ക്രോഷേക്ക് 4 പ്രാവശ്യം യാൺ ഓവർ ചെയ്യണം. 1 2 3 4 പ്രാവശ്യം. ഓക്കെ. എന്നിട്ട് ഇതിലിട്ടിട്ട് എടുക്കുക. അവിടെ ഹൂക്സ് 1 2 3 4 5 6 ഹൂക്സ് കിട്ടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2 എണ്ണം, വീണ്ടും 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ, വീണ്ടും 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ, വീണ്ടും 2 എണ്ണം, ലാസ്റ്റത്തെ 2 എണ്ണം. ഓക്കെ. അപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് കാണുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനും വേറെ ഹൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും യാൺ ഓവർ എത്ര പ്രാവശ്യം ചെയ്യണോ അത്രയും നിങ്ങൾക്ക് ഹൈറ്റ് കൂടി വരും. അപ്പോൾ ഞാൻ ഇത്രയാണ് ബേസിക് സ്റ്റിച്ചസുകൾ. അപ്പോൾ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ, ഇത്രയും സ്റ്റിച്ചസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ FBയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.